ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തിരൂർ നഗരസഭാ ചെയർമാൻ പ്രഖ്യാപനത്തിനു ശേഷം കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ ആദ്യ പ്രതികരണം. തിരൂരിലെ ബസ് സ്റ്റാൻഡ് നൂതന സംവിധാനങ്ങളോട് കൂടി പുതുക്കി പണിയും. തിരൂർ പൊന്നാനി ജലപാത. തിരൂർ പോലീസ് ലൈനിൽ പുതിയ ഫിഷ് മാർക്കറ്റും കൊണ്ടുവരും. വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഈ വരുന്ന 5 വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ അവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക. കാരണം ഈ ലുലു മാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പാണ്ഡിത്യം ഇല്ലെങ്കിലും ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അതിൽ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം. അതിപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളും അതിൽ കൂടെ ഉണ്ടാവണം. കാരണം ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ കൗൺസിലിൻ്റെ തുടക്കത്തിൽ വെച്ച ഒരു ഡിമാൻഡായിരുന്നു ഈ അനക്സ് ബിൽഡിംഗ്. തിരൂര് മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് കെട്ടിടം ദീർഘകാലമായി ഒരു ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടല്ല, വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഓഫീസ് സംവിധാനം വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ആ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം. കാരണം ഒരു അനക്സ് ബിൽഡിങ് തൊട്ടടുത്ത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരൂർ ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസൊക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തിരൂർ നഗരസഭയുടെ പുതിയ ചെയർമാനായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇവിടെ ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിച്ചത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിജയമാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിശിഷ്യ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് പാർട്ടി മത്സരിച്ച 26 സീറ്റുകളിൽ 25 സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിൻ്റെ വികസനവും ഒരേപോലെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാന്യായ നമ്മുടെ 17-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ ഇന്നലെ ചേർന്ന പാർലമെൻ്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേന പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാണക്കാട് സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ വിവരം നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ കൗൺസിൽ 2025-2030 കാലഘട്ടത്തിലേക്കുള്ള ഈ 5 വർഷക്കാലത്തേക്കുള്ള കൗൺസിൽ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും ഒരു ഭരണ സംവിധാനത്തിന് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും വളരെ അനിവാര്യമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനാത്മകമായ വെറും പുകഴ്ത്തലുകൾ മാത്രമല്ല,
സ്വാഭാവികമായി ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ അതാത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ച് ഒരു തിരുത്തൽ ശക്തിയായിട്ട് തിരൂരിലെ മാധ്യമപ്രവർത്തകർ മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്കാക്കി രൂപമാറ്റം ചെയ്യാൻ MLA ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ച് പ്രവൃത്തി ആരംഭിച്ചെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി PV സമദ് പറഞ്ഞു. തിരൂർ പൊന്നാനി ജലപാതയും നിലവിലെ ഫിഷ് മാർക്കറ്റ് മാറ്റി തിരൂർ പോലീസ് ലൈനിലെ കാടുപിടിച്ചു കിടക്കുന്ന ട്രെഞ്ചിങ് ഗ്രൗണ്ട് സ്ഥലത്ത് പുതിയ ഫിഷ് മാർക്കറ്റ് സ്ഥാപിക്കുമെന്നും തിരൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പോകുവാനും വരുവാനുമുള്ള സൗകര്യം ഉൾപ്പെടുത്തി പുതിയ കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും നിയുക്ത ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഇബ്രാഹിം ഹാജി, PV സമദ്, AK സെയ്താലിക്കുട്ടി, KP ഹുസൈൻ, അഡ്വക്കേറ്റ് നസീർ അഹമ്മദ്, ബാവ ചെമ്പ്ര, VP സെയ്തലവി ഹാജി, K നൌഷാദ് എന്ന കുഞ്ഞിപ്പ, C ജൗഹർ, യൂസഫ് പൂഴിത്തറ, മൊയ്തുഷ MP, NK റഫീഖ്, ഫിറോസ് K, ഷാഫിയാജി K, മുസ്തഫ പൂക്കയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.